ഹോണറിൻ്റെ ഹോണർ പാഡ് 9 എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിൻ്റെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹോണർ പാഡ് 9 എന്നുള്ള ടാബ്ലറ്റിനെ പറ്റിയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ കാര്യത്തിൽ ഹോണർ പാഡ് 9 12.1 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വന്നേക്കാം. റെസൊല്യൂഷൻ വരിക 2560x1600 ആയിരിക്കും. പിന്നെ ഇതിൽ അമോലെഡ് ഡിസ്പ്ലേ ഒന്നും വരാൻ ചാൻസ് ഇല്ല. LCD പാനലായിരിക്കും ഈ ഒരു ടാബിൽ വരിക. ഈ ഒരു ടാബിൽ പേപ്പർ പോലുള്ള മാറ്റ് ഫിനിഷിൽ വരുന്ന ഒരു ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഏകദേശം 88% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ടാബിൽ വരുന്നതായിരിക്കും. പിന്നെ കൂടിയ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. പീക്ക് ബ്രൈറ്റ്നസ് വരിക 500 nits ആയിരിക്കും. അപ്പം ബേസിക് ആയിട്ടുള്ള തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആയിരിക്കും ഈ ഒരു ടാബിൽ വരിക. പിന്നെ സ്റ്റൈലസ് പെന്നിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ കീബോർഡിൻ്റെ സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ടാബിൻ്റെ ബ്ലാക്ക്, ഗ്രീന്, വൈറ്റ് എന്നീ കളർ വേരിയൻസ് ലോഞ്ച് ചെയ്തേക്കാം. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു ടാബ് വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് തരക്കേടില്ലാത്ത ഒരു പ്രോസസ്സറാണ്. 20,000 രൂപയ്ക്ക് താഴേക്കാണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറയാം. 15,000 രൂപ പ്രൈസിലേക്കാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോസസ്സർ എന്നും പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. ഈ ഒരു ടാബിൽ 12 GB റാം വരെയും അതുപോലെ തന്നെ 512 GB ഇൻറ്റേർണൽ വരെയും വന്നേക്കാം. പിന്നെ 8 സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വരുന്നതായിരിക്കും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. സാധാരണ ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരാറ്, എന്നാൽ ഇതിൽ 8 സ്പീക്കേഴ്സ് വന്നേക്കാം. പിന്നെ ആൻഡ്രോയിഡ് ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വരുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആയിരിക്കും വരിക. ടാബിൻ്റെ പിന്നിൽ 13 MP ക്യാമറ വന്നേക്കാം. പിന്നെ ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. ബാറ്ററിയുടെ കാര്യത്തിൽ 8300 mAh ബാറ്ററി ആയിരിക്കും ഈ ടാബിൽ വരിക. അപ്പം അത്യാവശ്യം തിരക്കുള്ള നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നതായിരിക്കും. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വന്നേക്കാം. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ തിരക്കുകളില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ December 21 ഈ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പക്ഷേ December 21 ചൈനീസ് മാർക്കറ്റിലായിരിക്കും ഈ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യുക. ഇന്ത്യൻ മാർക്കറ്റിൽ ആ ഒരു ദിവസം ലോഞ്ച് ചെയ്യില്ല. ഇന്ത്യൻ മാർക്കറ്റിൽ ചിലപ്പം ഈ ഒരു ടാബ്ലറ്റ് പിന്നീട് ലോഞ്ച് ചെയ്തേക്കാം. പക്ഷെ അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. ഹോണർ ഇപ്പം അവരുടെ ഡിവൈസുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാറുണ്ട്. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബിൻ്റെ വില ഒരു 16,000 രൂപയുടെയും അതുപോലെ തന്നെ ഒരു 19,000 രൂപയുടെ കേട്ടിയിലായിട്ട് വന്നേക്കാം. കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഹോണർ പാഡ് 9 എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ് നിങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.